ഹായ് ഹലോ അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓണമായാലും വിഷുവായാലും സദ്യ ഉണ്ടെങ്കിൽ കൂട്ടുകറിയും ഉണ്ടാകും. സദ്യ വിഭവങ്ങളിൽ കൂട്ടുകറിക്കും അത്രയധികം പ്രാധാന്യമുണ്ട്. കടലയും നേന്ത്രക്കായും ചേനയും കൊണ്ടുണ്ടാക്കുന്ന കൂട്ടുകറിയുടെ രുചി കഴിച്ചു തന്നെ അറിയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് പച്ചക്കറികൾ ചേർത്ത് വേവിച്ചെടുക്കണം. അതിനായി ഒരു കപ്പ് അളവിൽ ചേന ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 നേന്ത്രക്കായ കഷ്ണങ്ങളും ഒരു ക്യാരറ്റും ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ കൊടുത്താണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. പിന്നെ ഞാനിവിടെ 200 ഗ്രാം അളവിൽ കടല വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം, എന്നാലാണ് ഇതിന് പ്രത്യേക ടേസ്റ്റ് വരികയുള്ളൂ. നെയ്യ് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഒന്ന് വറുത്തെടുക്കുന്നത്. ഇപ്പോൾ നല്ല ജീരകം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളകും ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2-3 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇപ്പോൾ ഈ ചേരുവകളെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പ് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഉഴുന്നുപരിപ്പ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരമുറി നാളികേരം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നാളികേരം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി ഒരു മിക്സി ജാറിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച ചേരുവകൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനത്തെ നൈസായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ പച്ചക്കറികളെല്ലാം പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കടല ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് വരെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് നാളികേരം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 1 മിനിറ്റ് വരെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചേരുവകളെല്ലാം നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ സ്വാദിഷ്ടമായ കൂട്ടുകറി ഈ ഓണത്തിന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.